بسم الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه في السراء والضراء ونؤمن به ونتوكل عليه في جميع حالاتنا ونستغفره ونستهديه لما يقربنا إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل سيدنا محمد وبارك على محمد وعلى آل سيدنا محمد في العالمين إنك حميد مجيد فاتقوا الله يا عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് തഖ്വയോടുകൂടി ഈമാനോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പൊരുത്തപ്പെടും വിധം മുന്നോട്ട് പോകണമെന്ന് ഒന്നാമതായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പള്ളിയിൽ ഈ വിശിഷ്ടമായ സമയത്ത് അള്ളാഹുവിനെ മുൻനിർത്തി നമ്മളോട് പരസ്പരം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടും ഈമാനോടും കൂടി ജീവിക്കുന്ന ഈ റമദാനിൻ്റെ വിശുദ്ധ സന്ദർഭങ്ങളിൽ ഓരോ നിമിഷവും അള്ളാഹുവിനോടടുക്കുന്ന തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും വികാരങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന, അതിന് തൗഫീക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മൾ സ്നേഹിക്കുന്നവരെയും ഈ ഉമ്മത്തിനെ ആകമാനവും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് പോലെ റമദാൻ നമ്മളിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്തൊരനുഗ്രഹീതമായ സമയങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയുമാണ് കഴിഞ്ഞ കുറേ രാപ്പകലുകളിലായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു എനർജിയായിരുന്നു, എന്തൊരു ഈമാനായിരുന്നു. എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബങ്ങളും, അത്രയൊന്നും ബോധമില്ലാത്ത നമ്മുടെ മക്കൾ വരെ ഈ റമദാൻ കാലത്ത് ജീവിച്ച് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ഖുത്ബയിലും സൂചിപ്പിച്ചതുപോലെ ഒരു തെറ്റും ചെയ്യാൻ ഒരാപതുമില്ലാത്ത അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മലക്കുകൾ അവരത്ഭുതപ്പെടും വിധം ഈ റമദാനിൻ്റെ രാപ്പകലുകളിൽ വല്ലാത്ത ഒരു ഈമാനോടുകൂടി, വല്ലാത്ത തഖ്വയോടുകൂടി, ശ്രദ്ധയോടുകൂടി ദിക്റുകളിൽ, ദുആകളിൽ, ഖുർആൻ പാരായണങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയവരാണ് നാം. സ്വാഭാവികമായും ഈ വിശുദ്ധ നിമിഷങ്ങൾ നമ്മളിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നു എന്നറിയുമ്പോൾ അത് ഈമാനുള്ള, തഖ്വയുള്ള, റമദാനിനെ സ്നേഹിച്ച, വിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ച, സർവോപരി റമദാനിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും നാഥനായ റബ്ബിനെ സ്നേഹിച്ച ഓരോ മുഅ്മിനിനും വേദനയാണ്, പ്രയാസമാണ്. അതുകൊണ്ട് ഈ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുന്നത് റമദാൻ വളരെ പതുക്കെ, നീ ധൃതി കൂട്ടല്ല, നീ കുറച്ചുകൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകൂ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പല ജാതി പല ഭാഷാ നാടുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മുഅ്മിനുകൾ ഈ പള്ളിയിൽ നിന്ന് ഇന്ന് പുറത്തു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
റമദാനിൻ്റെ ഒരുപക്ഷെ ലൈലത്തുൽ ഖദർ ആകാൻ ഇനിയും സാധ്യതയുള്ള ഇന്നത്തെ രാവിൽ, 27-ൻ്റെ രാവിൽ, 29-ൻ്റെ രാവിൽ, ഈ രാപ്പകലുകളിൽ ഇനിയുള്ള സമയങ്ങളിൽ ഈ ഒരു മനസ്സോടുകൂടി, കൂടുതൽ ജാഗ്രതയോടുകൂടി, ഒരു നിമിഷവും പാഴാക്കാതെ, പാഴായാൽ എൻ്റെ ജീവിതമാണ് പാഴാകുന്നത്, എൻ്റെ സ്വർഗമാണ് പാഴാകുന്നത്, ഞാനാണ് എൻ്റെ ലാഭത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കി ഗൗരവപൂർവം ആ രംഗത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഗഫ്ലത്തില്ലാതെ ഹൃദയത്തിൽ ദിക്ർ നിറച്ചു നിർത്തി അള്ളാഹുവോടൊപ്പവും അള്ളാഹുവിനുള്ള ഇബാദത്തുകളോടൊപ്പവും മുന്നോട്ട് പോകാൻ വരും നിമിഷങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ ഈ റമദാനിൻ്റെ രാപ്പകലുകൾ നമുക്ക് പകർന്നു തന്ന ഏറ്റവും വലിയ കരുത്ത്, അത് മഅയ്യത്തുള്ള എന്നതാണ്. കഴിഞ്ഞ ഖുത്ബയുടെ ഒരു തുടർച്ച തന്നെയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം, ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അള്ളാഹുവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുക, മഅയ്യത്തുള്ള. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെന്ന ബോധത്തോടെ ജീവിക്കുന്ന ഒരാൾ, അവനൊരിക്കലും ഒറ്റപ്പെട്ടവനല്ല, ഒരിക്കലും നിരാശനാകുന്നവനല്ല, ഒരിക്കലും ദിശയറ്റവനാകുന്നവനല്ല. ഞാൻ ആദ്യം പറഞ്ഞ സന്തോഷം നമുക്കുണ്ട്, പോസിറ്റീവ് എനർജി നമുക്കുണ്ട്. റമദാനിൽ നമുക്ക് ചിലതൊക്കെ സാധ്യമായിരിക്കുന്നു എന്ന ആത്മവിശ്വാസമുണ്ട്. അത്രക്ക് റമദാനിൽ ഈമാൻ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയവരാണ് നമ്മൾ. റമദാനിൻ്റെ ഫലം എന്ന് പറയുന്നത് മഅയ്യത്തുള്ള, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ കൂടെയാണ് എന്ന ബോധത്തെ എന്നിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്ന് പറയുന്ന കാര്യമാണ്. ഫമാ ലന്നുക്കും ബിറബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിൻ്റെയും നാഥനായ റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താണ്? റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? എന്താണ് എൻ്റെ റബ്ബിനെ കുറിച്ച് എൻ്റെ ഒരു വിചാരം? സഹോദരങ്ങളെ, നാം എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത്? അവനോടുള്ള വിശ്വാസവും അവനിലുള്ള ഈമാനും അവനിലുള്ള പ്രതീക്ഷയും നമുക്ക് എത്രമാത്രമാണ്? റമദാൻ നമ്മിൽ എത്ര അളവിൽ സ്വർഗത്തെക്കുറിച്ച പ്രതീക്ഷ നിറച്ചിട്ടുണ്ട്? ഇന്ന് ഈ വെള്ളിയാഴ്ച ഹമദ് ഹോസ്പിറ്റലിൽ രോഗശയ്യയിലായിരിക്കെ ഖത്തറിൽ വെച്ച് മരണപ്പെട്ട് തിരിച്ചുപോയ സഹോദരന്മാർ നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞ റമദാനിൽ ആരോഗ്യത്തോടുകൂടി റമദാനിനെ വരവേറ്റവരും റമദാനിനെ ആചരിച്ചവരും ആത്മവിശ്വാസത്തോടുകൂടി ജീവിച്ചവരുമായിരുന്നു. പക്ഷേ അങ്ങനെയാണ്, അടുത്ത റമദാനിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമ്മൾ ഈ ലോകത്തുണ്ടാകുമെന്ന് ഒരു ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രതീക്ഷയും എത്രമാത്രമാണ് എന്ന് ആലോചിക്കേണ്ട ഒരു സമയമാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, നമ്മെ രൂപപ്പെടുത്തി, നമുക്കെല്ലാം നൽകി. അഅ്താ കുല്ല ഷൈഇൻ അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിച്ചവനും ശരിപ്പെടുത്തിയവനും പൂർണ്ണമായി രൂപപ്പെടുത്തുകയും ജീവിതത്തെ നൽകുകയും ചെയ്തവൻ അവനാണ്. അള്ളാഹു ഓരോ സൃഷ്ടിക്കും അവർ അതിന് വേണ്ടത് നൽകിയിട്ടുണ്ട്. അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ സൃഷ്ടിക്കും അവയുടെ സ്വഭാവം നൽകി, പിന്നെ അവരെ വഴി നടത്തി, ഹുദ നൽകി. അതിനാൽ ഒരു മുസ്ലിം എപ്പോഴും പറയുന്ന വാക്ക് അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ തന്നെയാണ് എന്നെ വഴി നടത്തുന്നത് എന്നതാണ്. റമദാൻ ഒരു മുസ്ലിമിൽ നിറക്കുന്ന കരുത്ത്, മുസ്ലിമിൽ സൃഷ്ടിക്കുന്ന കരുത്ത്, അവൻ്റെ ശക്തി എന്ന് പറയുന്നത് എനിക്ക് അല്ലാഹ് ഉണ്ട്,
ഇനിയുള്ള 12 മാസവും അള്ളാഹ് എന്നെ വഴി നടത്തും. യുദ്ധം വന്നാലും ഇല്ലെങ്കിലും, പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, അവസ്ഥകൾ മാറി മറഞ്ഞാലും ഇല്ലെങ്കിലും, ജോലി നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, വരുമാനം നിലച്ചാലും ഇല്ലെങ്കിലും, റിസ്ക് കുറഞ്ഞാലും കൂടിയാലും എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന, അവൻ എന്നെ വഴി നടത്തുമെന്ന ബോധമാണ് റമദാൻ നമ്മളിൽ ഓരോരുത്തരിലും സൃഷ്ടിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ 99 നാമങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു. എന്തിനാണത്? അവൻ നമ്മെ പഠിപ്പിക്കുന്നത് അവൻ റഹ്മാനാണ്, അവൻ ഗഫൂറാൻ, പൊറുക്കുന്നവനാണ്, അവൻ റസ്സാഖാൻ, ഉപജീവനം നൽകുന്നവനാണ്, അവൻ സമീഉം ബസീറുമാണ്, കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇങ്ങനെ 99 നാമങ്ങൾ. ഈ 99 നാമങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മളുടെ ഓരോ നിമിഷത്തിലും അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ദാരിദ്ര്യത്തിൽ, നമ്മുടെ സമ്പന്നതയിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ദുഃഖത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മരണത്തിൽ, യുദ്ധത്തിൽ, പരീക്ഷണങ്ങളിൽ, വളരെ സൗഖ്യത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകുന്ന ജീവിതാവസരങ്ങളിൽ, രോഗത്തിൽ, നമ്മൾ വിറങ്ങലിച്ചു പോകുന്ന പരീക്ഷണ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം, നമ്മളോടൊപ്പം അള്ളാഹു ഉണ്ട്. അള്ളാഹുവിനെ കൂടാതെ ഒരു ജീവിതം, ഒരു നിമിഷം പോലും ഒരു മുഅ്മിനിന്, ഒരു മനുഷ്യന് സാധ്യമല്ലെന്ന പാഠമാണ് അസ്മാഉൽ ഹുസ്ന നമ്മോട് പറയുന്നത്. അള്ളാഹു നിനക്കൊപ്പമുണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം നമ്മൾ ജീവിക്കുക. ഈ റമദാൻ 25-ൻ്റെ ഇന്നത്തെ ഈ രാവ്, വെള്ളിയാഴ്ച പകൽ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രിയുടെ ഈ രാവ്, നമുക്ക് എത്ര പേർക്ക് അള്ളാഹുവിന് നൽകാൻ കഴിയും? അള്ളാഹുവിനോടൊപ്പം ജീവിക്കാൻ കഴിയും? ചില പള്ളികളിലൊന്നും ഒരാളുണ്ടാകില്ല. നമുക്കവിടെ പോയാൽ വളരെ റാഹത്തായിട്ട്, ഖിയാമുൽ ലൈലൊന്നും ഇല്ലാത്ത, ഒറ്റയ്ക്കിരിക്കണം എന്ന് കരുതുന്ന ഒരു മുഅ്മിനിന്, ഒറ്റയ്ക്കിരിക്കലാണോ പുണ്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. വളരെ ഭക്തി നിർഭരമായ ഖിയാമുൽ ലൈൽ നടക്കുന്ന പള്ളികളിൽ ചെന്നാൽ നമ്മളുടെ മനസ്സ് നിറയും, നമ്മളിൽ അള്ളാഹു നിറയും. ആ ദുആകളിൽ പങ്കെടുത്താൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിയും. അതേസമയം ഒരു മനുഷ്യന് തോന്നുകയാണ്, എനിക്ക് എൻ്റെ നാഥനോടൊപ്പം ഈ രാവിലെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. എൻ്റെ ഭാര്യയില്ലാത്ത, എൻ്റെ മക്കളില്ലാത്ത, എൻ്റെ സുഹൃത്തുക്കളില്ലാത്ത, ഞാനും നാഥനും മാത്രമുള്ള ഒരു ലോകം. അത്തരമൊരു സമയം എനിക്ക് വേണം. ഒരുപക്ഷെ ഈ റമദാനിൽ അത്തരമൊരു സമയം എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, അടുത്ത റമദാനിലും എനിക്കങ്ങനെ ഒരു അവസരം കിട്ടില്ലെങ്കിൽ, അപ്പോൾ നമുക്ക് ഇനിയുള്ള 25, 27 ഒറ്റയൊറ്റ രാവുകളിൽ കുറച്ച് നേരമെങ്കിലും അള്ളാഹുവോടൊപ്പം ഇരിക്കാൻ സാധിക്കണം. അങ്ങനെ ഇരുന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ മുട്ടിനോട് മുട്ടു ചേർത്ത് മലക്കുകൾ വന്നിരിക്കും. നമ്മൾ വീട്ടിലാണിരിക്കുന്നതെങ്കിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിലാണിരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ ലോകത്തു നിന്നിറങ്ങിയ ലക്ഷക്കണക്കിന് മലക്കുകളിൽ കുറേ പേർ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മളുടെ നെയ്യത്തിൻ്റെ ശക്തി കൊണ്ട്, നമ്മുടെ ഇഖ്ലാസ് കൊണ്ട്, നമ്മുടെ ഈമാൻ കൊണ്ട്, അള്ളാഹുവുമായുള്ള ആ ഒന്നിച്ചിരുത്തത്തിൻ്റെ ഊർജം കൊണ്ട് മലക്കുകൾ നമ്മുടെ മുട്ടിനോട് മുട്ടു ചേർത്ത് മുട്ടിയുരുമ്മി വന്നിരിക്കും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇസ്ലാമിക ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഫഗ്ഫിർ ലില്ലദീന ആമനു വഗ്ഫിർ ലില്ലദീന താബു. ഇങ്ങനെ വന്നിരിക്കുന്ന ഈ മനുഷ്യൻ, റബ്ബേ നീ പുറത്തു കൊടുക്കണമേ എന്നവർ പ്രാർത്ഥിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഇൻദ ലന്നി അബ്ദീ ബി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ്. അതുകൊണ്ടൊന്നിരുന്നു നോക്കണം. ഈ റമദാനിൽ സംസാരിക്കുന്ന എനിക്ക് കഴിയണം, ആരോരുമില്ലാതെ. ഇനി ജനക്കൂട്ടത്തിലാണെങ്കിലും, പള്ളിയിൽ ഒരുപാട് പേരുണ്ടെങ്കിലും, അവരെയൊന്നും കാണാതെ കാണിക്കാതെ അള്ളാഹുവോടൊപ്പം ഒന്നിച്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒരു മുസ്ലിം അവൻ്റെ സന്തോഷത്തിലും ദുരിതത്തിലും പ്രതിസന്ധിയിലും നിരാശയിലും പറയുന്നത്, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വഴി കൊടുക്കും.
ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവോടൊപ്പം നാളേക്ക് വേണ്ടി കാര്യങ്ങൾ സജ്ജീകരിച്ച് ജീവിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയും ചോദിക്കപ്പെടും. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ. ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. ആ നിലക്ക് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയോടുകൂടി അള്ളാഹുവിനോടൊപ്പം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കുറച്ച് നിമിഷം അള്ളാഹുവോടൊപ്പം ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം ഒരു കലർപ്പില്ലാത്ത വിശുദ്ധ ഹൃദയമായിട്ട് മാറും. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അള്ളാഹുവേ, നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ എന്നെ നീ നിന്ദിക്കരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളും പണമൊന്നും ഉപകാരപ്പെടാത്ത ആ കാലത്ത്, ആ സമയത്ത്, ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. വളരെ വിശുദ്ധമായ സുരക്ഷിതമായ ഹൃദയമായിട്ട് വരുന്നവരാണ് അവരുടെ രക്ഷപ്പെടുക. റമളാനിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഈ വിശുദ്ധമായ ഹൃദയമാണ്, ഈ കൽബ് സലീമാണ്. രണ്ടാമത്തത് നല്ല ഓർമ്മയാണ്, ലിസാൻ സിദ്ഖ് എന്ന് പറയുന്ന കാര്യമാണ്. വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിന്നീട് വരുന്നവരിൽ നീ നല്ല ഓർമ്മ നൽകണമേ. മരിച്ചു പോകുമ്പോൾ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് വാദോരാതെ സംസാരിക്കാനുണ്ടാകണം, നമ്മുടെ നന്മകളെക്കുറിച്ച്. മൂന്നാമത്, അള്ളാഹുവിൻ്റെ കൂടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം, അള്ളാഹു നമ്മെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും വഴി നടത്തും. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നിങ്ങൾ വിറങ്ങലിച്ചു പോകുന്ന ഒരു സമയത്ത്, നിങ്ങൾ പരീക്ഷപ്പെടുന്ന ഒരു സമയത്ത്, നിങ്ങളുടെ മകനോ കുഞ്ഞുമകളോ ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു സമയത്ത് അള്ളാഹു നിങ്ങളെ കൂട്ടിപ്പിടിക്കാനുണ്ടാകും. ഇതാണ് അള്ളാഹുവിനോടൊപ്പം ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കരുത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഷദാഇദുകളുടെ സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ, ഒരു മുസ്ലിമിന് ഹുസ്നുൽ ലന്നി ബില്ലാഹ്, അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ വെച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. മഹദി മറിയം ബീവി അലൈഹിസ്സലാം പ്രസവ വേദനയിലായപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, വഹുസ്സി ഇലൈക്കി ബിജിസ്ഇൻ നഖ്ല. നീ ഈ വലിയ ഈത്തപ്പനയുടെ തടിയൊന്ന് പിടിച്ച് കുലുക്കുക. പ്രസവവേദന കൊണ്ട് പൊളയുന്ന ഒരു ദുർബലയായ സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്ര വലിയ മരം പിടിച്ചു കുലുക്കാൻ കഴിയുക എന്നാലോചിച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിറങ്ങലിച്ചു പോകുന്ന ഈ ഉമ്മത്തിന് പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധികൾ വന്ന് വീഴുമ്പോൾ ഇനി എന്ത് എന്നാലോചിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരതിജീവനവും സാധ്യമല്ല. അതേസമയം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ റബ്ബുണ്ട്. ഈ ഉമ്മത്തിലെ മില്യൺ കണക്കിന് മുഅ്മിനുകൾ റമളാനിൻ്റെ 25, 27, 29 രാവുകളിലൊക്കെ അള്ളാഹുവിനോടൊപ്പം കഴിഞ്ഞിട്ട് ആ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ കാണുന്ന ഇരുളും, ഈ കാണുന്ന പുകയും, ഈ കാണുന്ന പ്രതിസന്ധികളുമൊക്കെ വകഞ്ഞു മാറ്റി ഒരു പുതിയ പ്രഭാതം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പഠിപ്പിക്കുന്നത്, മറിയം ബീവിയുടെ ആ സംഭവത്തിൽ നിന്ന് നമ്മൾ അള്ളാഹു പഠിപ്പിക്കുന്നത്, നീ പരിശ്രമിക്കൂ, നീ നിസ്സംഗനായിട്ടിരിക്കല്ല, നീ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ഉമ്മത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി നീ പണിയെടുത്തുകൊണ്ടിരിക്കൂ. ഫലം അള്ളാഹു നൽകും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ റമളാൻ നൽകുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഒരു സലഫ് സാലിഹായ പണ്ഡിതൻ, മഹാനായ മനുഷ്യൻ പറഞ്ഞു, ലാ ഷൈഉൻ ഖൈറുൻ ലിൽ അബ്ദി മിൻ ഹുസ്നിൽ ലന്നി ബില്ലാഹ്. അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയർപ്പിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് വേറെ ഒന്നും അള്ളാഹുവിൻ്റെ ഒരടിമക്കില്ല. അതിനാൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവോടൊപ്പം കുറച്ചു നേരം നമ്മുടെ ജീവിതത്തെ ഒഴിച്ചു നിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യഈശൂന മഅക്. അള്ളാഹുവേ, നിന്നോടൊപ്പം ജീവിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
അല്ലാഹുമ്മ റസുഖ്നാ ഹുസ്നൽ ളന്നി ബിക്. അല്ലാഹുവേ, നിന്നോടുള്ള സദ്വിചാരത്തെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റസുഖ്നാ കൽബൻ സലീമൻ. അല്ലാഹുവേ, നീ നിറയുന്ന, നിന്നെക്കുറിച്ചുള്ള വിചാരം നിറയുന്ന, നിന്നോടൊപ്പം ഇങ്ങനെ ജീവിക്കുന്ന കൽബ് സലീമ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഹ്ദിനാ വഹ്ദി ബിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഹുദ നൽകണമേ. ഞങ്ങളെ കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർക്ക് നീ ഹുദയുടെ വെളിച്ചം നൽകണമേ. അല്ലാഹു സുബ്ഹാനഹു തആല റമളാനിൻ്റെ ഇവിടെ പറയുന്ന നിമിഷങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീനായ നാഥ, ഈ ഇരിക്കുന്നത് പോലെ എത്ര സുന്ദരമായിട്ടാണ് നിൻ്റെ പള്ളിയിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതുപോലെ അല്ലാഹുവേ, നിൻ്റെ സ്വർഗത്തിലും നാളെ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഈ ഇരുത്തത്തിൻ്റെ പേരിൽ, ഈ ജുമുഅയുടെ പേരിൽ, ഈ പള്ളിയിലെ ഇന്നത്തെ ഞങ്ങളുടെ ഇഅ്തികാഫിൻ്റെ പേരിൽ, ഇവിടെ ഞങ്ങൾ ഉരുവിട്ട നിന്നെക്കുറിച്ചുള്ള ദിക്റിൻ്റെ പേരിൽ, നിന്നോട് ഞങ്ങൾ ഉന്നയിച്ച ഞങ്ങളുടെ ദുആയുടെ പേരിൽ, ഞങ്ങളുടെ സ്വലാത്തിൻ്റെ, ഞങ്ങളുടെ നവാഫിലുകളുടെ, ഞങ്ങളുടെ ഈ റമളാനിലെ ഖിയാമിൻ്റെയും സിയാമിൻ്റെയും ഒക്കെ ഫലമായി അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഇങ്ങനെ മെല്ലെ പിടിച്ചുയർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹു, അവരിൽ പ്രയാസപ്പെടുന്നവർക്ക് നീ സന്തോഷം നൽകണമേ തമ്പുരാനെ. അവരിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് നീ ബർസഖിയായ ജീവിതത്തിൽ സ്വർഗീയമായ വിരുന്ന് നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗശയ്യയിൽ കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരുമുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ചിലരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരിൽ ചിലരുണ്ട്. ഞങ്ങളിൽ ചിലരുടെ കുഞ്ഞുമക്കൾ ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലുകളിലാണ്. ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളിലുണ്ട്, സുഹൃത്തുക്കളിലുണ്ട്. അല്ലാഹു, അവർക്കെല്ലാവർക്കും നീ റമളാനിൻ്റെ ഈ പ്രത്യേകമായ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവർക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അവർക്ക് ആരോഗ്യം നൽകാൻ കഴിയും. ഈ അനുഗ്രഹീതമായ സമയത്ത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അവർക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. ആ കുഞ്ഞു മക്കൾക്ക്, ആ മാതാപിതാക്കൾക്ക്, ആ പ്രായമുള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് അല്ലാഹുവേ, നീ ശിഫ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന് ഇവിടെ ഖത്തറിൽ വെച്ച് മരണപ്പെട്ട ഞങ്ങളുടെയൊക്കെ സുഹൃത്ത്, ഇസ്ലാമിക പ്രവർത്തകനൊക്കെയായ അബ്ദുൽ ജലീൽ സാഹിബിൻ്റെ ഉപ്പക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹു, അവർ അങ്ങനെ സ്വർഗസ്ഥരാകുന്ന മുഅ്മിനുകളോടൊപ്പം, ഉപ്പമാരോടൊപ്പം, ഉമ്മമാരോടൊപ്പം, വല്യമ്മമാരോടൊപ്പം, നേതാക്കളോടൊപ്പം, ഉമറാക്കളോടൊപ്പം, ഉലമാക്കളോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം, സലഫുസ് സാലിഹ്യങ്ങളോടൊപ്പം, ലോകത്തെമ്പാടും ഷഹാദത്ത് വരിക്കുന്ന ശുഹദാക്കളോടൊപ്പം നാളെ അവരെയൊക്കെ കണ്ടുമുട്ടും വിധം, എല്ലാറ്റിലുമുപരി ഹബീബായ നിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടും വിധം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അത്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ അത്തിഖ് റിഖാബനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. والحمد لله رب العالمين.